സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ? ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ? ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ? ദൈവകരുണയിൻ ധനമാത്മ്യം പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ? നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ? ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ അഭിലാഷ് PK കൊണ്ടോട്ടി. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തെ നമുക്ക് ഈ നിലയിൽ സ്തുതിക്കുവാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ രക്ഷയ്ക്കായി പിതാവായ ദൈവം ഒരുക്കിയ അനുഗ്രഹീത രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു നിത്യ ആസ്തിത്വമുള്ളവനാണ്, സമസ്തകാരനാണ്, സർവാദ്യനാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. അങ്ങനെ ദൈവമായിരുന്നവൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ അവതരിച്ചു. ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാം പാപം ചെയ്തതു നിമിത്തമായി ദൈവത്തിൽ നിന്നും അകലപ്പെട്ടു. അങ്ങനെ പാപത്തിൽ നിബന്ധിച്ചുപോയ മാനവരാശിയുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു ലോകത്തിൽ വന്നു. മനുഷ്യൻ ജന്മന കർമ്മണ പാപിയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. പാപിക്ക് ദൈവം നിശ്ചയിച്ച ശമ്പളമാണ് മരണം എന്നുള്ളത്. ആ മരണം സ്വമനസാൽ കർത്താവായ യേശുക്രിസ്തു ഏറ്റുവാങ്ങി. ക്രൂശ് മരണം വരിപ്പാൻ ഇടയായി. ശാപകരമായ ക്രൂശ് മരണം. അവൻ മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മുടെ പ്രത്യുപകരമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിപ്പാൻ ഇടയായി. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും മോചിക്കുന്നതാണ്. ഇന്ന് ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനായി തീരുവാൻ, മകളായി തീരുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം ഇതാണ്: കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ഞാൻ പാപിയെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുക. അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം രക്ഷ സൗജന്യമായി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ രക്ഷ സൗജന്യമായി തരുവാൻ താൻ ആഗ്രഹിക്കുമ്പോൾ ആ രക്ഷ സൗജന്യമായി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ദൈവസന്നിധി കർത്താവേ, ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കുക. രണ്ടാമതായി, യേശുക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശാപകരമായ ക്രൂശുമരണം വഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ക്രൂശുമരണം മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപത്തിനു വേണ്ടിയാണ് എന്ന് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് പാപമോചനം ലഭിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനായിട്ട് നമുക്ക് ഇടയാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കേണ്ട ഒന്നാണ് കർത്താവിനെ അറിഞ്ഞ് അവന്റെ വഴികളിൽ നടക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഉള്ളൂ. ആ ചുരുങ്ങിയ ജീവിതകാലത്തിനുള്ളിൽ
ഈ നല്ല കർത്താവിനെ സ്നേഹിച്ച് അവനെ അറിഞ്ഞ് തീർച്ചയായും അവന്റെ മക്കളായി തീരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാൽ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവകരുണയും